സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ. എത്ര പേർക്ക് കടങ്ങളുണ്ട്? കരമുയർത്താമോ? ചിലർക്ക് ഞാനിങ്ങനെ ചോദിക്കുന്നത് ഇഷ്ടമല്ല. കൈകൾ ഉയർത്താൻ പറയുമ്പോഴായിരിക്കും ചിലർക്ക് അതിനെക്കുറിച്ച് ഓർമ്മ വരുന്നത്. അതിനുവേണ്ടി തന്നെയാണ് പറയുന്നത്. കടങ്ങളുള്ളവർ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. ഒരുത്തൻ പറയാണ് കടമില്ല, ലോണാണുള്ളത്. ലോണാണെങ്കിലും അത് കടമാണ്. ബാങ്കിലെ കടം തന്നെയാണ്. ലോൺ എടുത്താലും അത് കടമാണ്, പലിശക്കെടുത്താലും അത് കടമാണ്. കടം നിങ്ങളെ ഞെരുക്കും. കടം വലിയൊരു രോഗമാണ്. കടം വാങ്ങുന്നവരെ സംബന്ധിച്ച് അതൊരു ശീലമാണ്. അവർ കടം വാങ്ങിക്കൊണ്ടേയിരിക്കും. കടം തീർന്നാലും പിന്നെയും വാങ്ങും. ഞാൻ അതുകൊണ്ട് കടം തീരാൻ വേണ്ടി ആർക്കും വേണ്ടി പ്രാർത്ഥിക്കില്ല. കാരണം ആ കടം തീർന്നാൽ വീണ്ടും പോയി കടം വാങ്ങുവാൻ ഇടയാകും. അതാണ്. എന്താണ്? കടം വാങ്ങിയ വ്യക്തി കടം കൊടുത്ത വ്യക്തിയുടെ ദാസനാണ്. നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാകിയാൽ നിങ്ങൾ മനുഷ്യർക്ക് ദാസരാകരുത്. നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ കടം കൊടുക്കുകയല്ലാതെ നിങ്ങൾ കടം വാങ്ങാൻ പാടില്ല. കർത്താവേ, എനിക്ക് ഉള്ളതിനെ അനുഗ്രഹിക്കണമെന്ന് പറയുന്ന വ്യക്തിക്ക് കടം വാങ്ങേണ്ട കാര്യമില്ല. അനേകരും എൻ്റെ അടുക്കൽ വന്ന് പറയാറുണ്ട്, എനിക്ക് കടമാണ്. ഒരു പയ്യൻ വന്ന് പറയുകയുണ്ട്, എനിക്ക് 7 ലക്ഷം കടമുണ്ട്. എന്താണ്, നിനക്ക് 7 ലക്ഷം രൂപ കടമോ? നിനക്ക് വിവരമില്ലേ എന്ന് ഞാൻ കോപത്തോടെ ചോദിച്ചു. അപ്പോൾ പറയുകയാണ്, അല്ല, എൻ്റെ പിതാവിന് ആക്സിഡൻ്റ് ഉണ്ടായി. ആശുപത്രി ചികിത്സയ്ക്ക് വേണ്ടി, കാലു നേരെയാക്കുന്നതിന് വേണ്ടി 7 ലക്ഷം രൂപ കടം വാങ്ങാനിടയായി. എനിക്കത് കേട്ടപ്പോൾ വിഷമം തോന്നി. ചില ആളുകൾ ജീവിതത്തിൽ ആഡംബരത്തിന് വേണ്ടി കടം വാങ്ങും, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ വേണ്ടി കടം വാങ്ങും. അതുപോലെ മറ്റു ചില ആളുകൾ മദ്യപിക്കുന്നതിന് വേണ്ടി. മദ്യപിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കടഭാരം ഉണ്ടായിരിക്കും. എത്ര ധനവാനാണെങ്കിലും ശരി, അവൻ മദ്യപിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവസാനം അവൻ്റെ ജീവിതത്തിൽ കടം മാത്രമേ അവശേഷിക്കുകയുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ളവരുണ്ടോ? എൻ്റെ വീട്ടിലൊരു മദ്യപാനിയുണ്ട് എന്ന് പറയുന്നവർ കരമുയർത്താൻ കഴിയുമോ? അബ്ബാ. ധനവാനുണ്ടോ എന്ന് ചോദിച്ചാൽ കൈ ഉയർത്തുകയില്ല. എന്നാൽ നോക്കൂ, ഒരു മദ്യപാനി ഭവനത്തിലുണ്ടെങ്കിൽ വീട്ടിൽ എത്ര വലിയ സന്തോഷമായിരിക്കും, ഇല്ലേ? അല്ലേ സഹോദരി? അവൻ വൈകുന്നേരം കുടിച്ചു വരുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. സന്തോഷവും ഉല്ലാസവുമായിരിക്കും, അല്ലേ? അയ്യോ, ആ വീട്ടിലെ കുട്ടികൾ കട്ടിലിൻ്റെ അടിയിലോ മേശയുടെ അടിയിലോ ഒളിക്കേണ്ടി വരും. അപ്പൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെട്ടിട്ട് വന്നിട്ടിപ്പം ആരെയായിരിക്കും ചീത്ത വിളിക്കുക, ആരെയായിരിക്കും തല്ലുക എന്ന് ഭയന്ന് ഓടുവാനിടയാകും. പണ്ടുകാലത്തൊക്കെ ഡാഡി വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്നെടുക്കുവാനായിട്ട് കരം നീട്ടും. എന്നാൽ ഇങ്ങനെയുള്ള വ്യക്തികളാണ് എങ്കിൽ എന്താണ് പറയുന്നത്? വരുന്നുണ്ട് നാശം എന്ന് പറയും. നിങ്ങൾ മദ്യപാനം ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് ഉപേക്ഷിക്കുവാൻ കഴിയുകയില്ല എങ്കിൽ ഉപേക്ഷിക്കുവാൻ കഴിയത്തക്കവണ്ണം കൃപ നൽകുന്ന കർത്താവിൻ്റെ അടുക്കൽ ചെല്ലൂ. ഞാൻ മദ്യപാനികളെ ഒന്നും തന്നെ പറയില്ല. അനേകം മദ്യപാനികളുടെ നടുവിൽ ചെന്നിട്ട് ഞാൻ ദൈവവേല ചെയ്തിട്ടുണ്ട്. അവരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവരുടെ തോളിൽ കൈയിട്ട് ഞാൻ സംസാരിക്കും, അവരെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കും. ഞാൻ ഒരിക്കലും മദ്യപിക്കുന്ന വ്യക്തികൾ മദ്യപിച്ചിരിക്കുന്നതായ സമയത്ത് അവരോട് സംസാരിക്കില്ല. മദ്യപിക്കാതിരിക്കുമ്പോഴേ സംസാരിക്കുകയുള്ളൂ. അവർ മദ്യപിക്കാതിരിക്കുന്നതായ സമയത്ത് ചെന്നിട്ട് അവരോട് സംസാരിക്കണം. അപ്പോൾ അവർ നിങ്ങളുടെ വാക്ക് കേൾക്കുവാൻ ഇടയാകും. മദ്യപിക്കാതിരിക്കുന്നതായ സമയത്ത് എന്തിനാണ് നിങ്ങളിങ്ങനെ മദ്യപിക്കുന്നത്? നിങ്ങളിങ്ങനെ കുടിച്ചു നടന്നാൽ നിങ്ങളുടെ ഭാര്യയുടെ കാര്യം, നിങ്ങളുടെ മക്കളുടെ കാര്യം എന്തായിത്തീരുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്തു പറയുമെന്നറിയാമോ? തല പോലും ഉയർത്തി നോക്കാതെ തല കുനിച്ചിരിക്കും. എന്തു പറയാനാണ്? എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി. എൻ്റെ ഭാര്യ എൻ്റെ കാര്യം പറഞ്ഞ് എന്നും കരയുന്നുണ്ട്. എന്തോ ചെയ്യാനാണ്? എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം പോലും നോക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. എന്തോ ചെയ്യാനാണ്? ഈ ദുശീലത്തിൽ നിന്ന് എനിക്ക് മാറുവാൻ കഴിയുന്നില്ല. അയ്യോ എന്ന് പറയും. അയാൾക്കിത് അറിയാവുന്നതാണ്. മക്കളെ നോക്കുവാനായിട്ട് കഴിയുന്നില്ല, ഭാര്യയെ നോക്കുവാൻ കഴിയുന്നില്ല, അവരുടെ കാര്യങ്ങൾ നടത്താൻ കഴിയുന്നില്ല. അങ്ങനെ ആ ദുഃഖം മാറ്റാൻ വേണ്ടി പോയി കുടിക്കുന്നു എന്നാണ് ചിലർ പറയുന്നത്. കുടിക്കുന്ന എന്തിനാണ് ചോദിച്ചാൽ ആ ദുഃഖം സഹിക്കവയ്യാതെ ഭാര്യയെ മക്കളെയും ഓർത്തുകൊണ്ടാണ് കുടിക്കുന്നതെന്നാണ് പറയുന്നത്. പാപത്തിൽ വീഴുക എന്നത് ആർക്കും കഴിയുന്നതാണ്. എന്നാൽ പാപത്തിൽ നിന്ന് വെളിയിൽ വരുന്നതാണ് കഴിയാത്ത കാര്യം. കുഴിയിൽ വീഴുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷി വലയിൽ വീഴുന്നു, അത് കിണയിൽ വീണ ശേഷം അതിന് വെളിയിൽ വരുവാനായിട്ട് കഴിയുമോ? കഴിയില്ല. അതിനെ അവിടെ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ഒരാൾ വേണം. അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടി നാം ഒന്ന് അപേക്ഷിച്ചാൽ മതി, നാം നിലവിളിച്ചാൽ മതി.
ഞാൻ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞാൽ മതി, അവൻ കരം നീട്ടി ആ പാപത്തിന്റെ കുഴിയിൽ നിന്ന് നിന്നെ വിടുവിക്കും. മദ്യപാനി പ്രാർത്ഥിക്കാത്തത് കൊണ്ട് മദ്യപാനിയുടെ ഭാര്യ അല്ലെങ്കിൽ മദ്യപാനിയുടെ മക്കൾ അല്ലെങ്കിൽ ദൈവദാസന്മാർ എന്താണ് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വരുന്നതായ പല വ്യക്തികളും എന്താണ്, അവർക്ക് വേണ്ടിയല്ല പലപ്പോഴും വരുന്നത്. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, അപ്പന് സുഖമില്ല, എൻ്റെ വല്യമ്മ അസുഖത്തിലായിരിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതായ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് എന്ന ചോദ്യം എൻ്റെ മനസ്സിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ അയ്യോ, എത്ര നല്ല മനസ്സാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർ കാണിക്കുന്നത് എന്നോർത്ത് ഞാൻ സന്തോഷിക്കുകയും ചെയ്യും. ഇന്ന് നാം നോക്കുമ്പോൾ കടഭാരത്താൽ അനേകർ ദുഃഖം അനുഭവിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഒരു കടം വീട്ടുന്നതിന് വേണ്ടി വീണ്ടും കടം വാങ്ങിച്ചാൽ ഒരിക്കലും അതിൽ നിന്ന് വെളിയിൽ വരുവാനായിട്ട് കഴിയില്ല. വാങ്ങിയ കടം വീട്ടുവാൻ കഴിയാതെ എന്തു ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ട് അവസാനം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നതായ ആളുകളെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഈ സ്ത്രീ നല്ലൊരു കാര്യമാണ് ചെയ്തത്. ദൈവദാസന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ദൈവദാസാ, എൻ്റെ അവസ്ഥ മോശമാണ്. എന്നാൽ ഈ കാലത്ത് നമുക്ക് ദൈവദാസന്മാരോട് പോലും പറയേണ്ടതായ കാര്യമില്ല. ആ കാലങ്ങളിൽ ദൈവദാസനായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഈ കാലത്ത് മനുഷ്യനും ദൈവത്തിനുമിടയിൽ മധ്യസ്ഥൻ ഒരുവനാണ്, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ചോദിക്കും, പിന്നെന്തിനാണ് ദൈവദാസന്മാരോട് പറയുന്നതെന്ന്? നിങ്ങൾക്ക് ഭാരം വഹിക്കാതിരിക്കുമ്പോൾ ഒരു കല്ലിപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല എങ്കിൽ അതെടുക്കാൻ വേണ്ടി സഹായിക്കുവാൻ വേണ്ടി വിളിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പക്ഷത്ത് നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ദൈവദാസന്മാരായിരിക്കുന്നതായ ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ദൈവമല്ല. നിങ്ങളും പ്രാർത്ഥിക്കേണ്ടതാണ്. ചില ആളുകൾ പറയും, പാസ്റ്റർ, ഇന്ന് ഒരു 10 രൂപ പിടിക്കുക, ഞങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് ഉറക്കെ അങ്ങ് പ്രാർത്ഥിക്കണം, ഞങ്ങൾ ബിരിയാണി കഴിച്ച് കിടന്നുറങ്ങിക്കൊള്ളാം. 10 രൂപയ്ക്ക് പ്രാർത്ഥന കിട്ടുമെന്നാണോ? വേണമെങ്കിൽ 10,000 രൂപ തരാം എന്നാണോ പറയുന്നത്? 10,000 അല്ല, കോടികൾ കൊടുത്താലും പ്രാർത്ഥന പണം കൊടുത്തു വാങ്ങുന്നതല്ല. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പണം കൊടുത്തു വാങ്ങുവാനായി കഴിയുകയില്ല. എന്താണ്? നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചാൽ, നീ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന ദൈവം സ്വർഗത്തിൽ നിന്ന് കേട്ടിട്ട് നിന്റെ സങ്കടം കണ്ടിട്ട് നിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തരും എന്നാണ് വചനം പറയുന്നത്. അങ്ങനെ എലീശയുടെ അരികിൽ ഈ സഹോദരി പറഞ്ഞപ്പോൾ എലീശ ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താണുള്ളത്? എന്റെ കയ്യിൽ എന്തുണ്ടാകാനാണ്? മൺഭരണിയിൽ അല്പം എണ്ണ മാത്രമുണ്ട്. ബാക്കിയുള്ള സാധനമെല്ലാം ഭർത്താവ് വിറ്റുതുലച്ചു. സ്റ്റീൽ പാത്രങ്ങളെല്ലാം കൊടുത്തു. വീട്ടിൽ ഒരു സാധനവുമില്ല, എല്ലാം കാലിയായിരിക്കുന്നു, അല്പം എണ്ണ മാത്രമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവദാസൻ പറഞ്ഞു, നിന്റെ അയൽ വീടുകളിൽ നീ ചെന്നിട്ട് പാത്രങ്ങൾ കടം വാങ്ങുക എന്ന് പറഞ്ഞു. എന്നിട്ട് നിന്റെ വീട്ടിലിരിക്കുന്ന എണ്ണ ആ പാത്രങ്ങളിൽ പകരുക എന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? എണ്ണ വീട്ടിൽ എത്രത്തോളമുണ്ട്? അല്പമേ ഉള്ളൂ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അയൽ ഭവനങ്ങളിൽ ചെന്നിട്ട് പാത്രങ്ങളെല്ലാം കടം വാങ്ങി, ബക്കറ്റുകളും അണ്ടാവുകളും അതുപോലെ വലിയ വലിയ കുടങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് നിങ്ങളുടെ കുടത്തിലുള്ള എണ്ണ എല്ലാ പാത്രങ്ങളിലും പകരുവാനാണ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങളാണെങ്കിൽ എന്തായിരിക്കും പറയുന്നത്? പാസ്റ്ററിന് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, പാസ്റ്ററിന് തലയ്ക്കെന്തോ സുഖമില്ലെന്നാണ് തോന്നുന്നത്, ആകപ്പാടെ വീട്ടിൽ കുറച്ചെണ്ണയേ ഇരിക്കുന്നുള്ളൂ, അത് നാട്ടുകാരുടെ എല്ലാം പാത്രം മേടിച്ച് അതിൽ പകരാനാണ് പറയുന്നത് എന്നാണോ ആ സഹോദരി പറഞ്ഞത്? അങ്ങനെ സഹോദരി പറഞ്ഞില്ല. നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. യേശു ഒരു കല്യാണത്തിന് ചെന്നപ്പോൾ അവിടെ വീഞ്ഞ് തീർന്നു പോകുവാൻ ഇടയായി. ഇപ്പോഴും യെരൂശലേമിൽ ചെന്ന അവിടെ വെള്ളം നല്ലതായിരിക്കുകയില്ല. ഭവനങ്ങളിൽ അവരെല്ലാവരും ജ്യൂസാണ് കുടിക്കുന്നത്, മുന്തിരി ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്. അവിടെ വിരുന്ന് സൽക്കാരങ്ങളിൽ വീഞ്ഞ് കൊടുക്കുക എന്നത് വളരെ ശ്രേഷ്ഠമായ വിലയേറിയൊരു കാര്യമാണ്. അങ്ങനെ വിവാഹത്തിന്റെ പകുതിയായപ്പോൾ ഇവിടെ വീഞ്ഞ് തീർന്നു പോകുവാനിടയായി. അപ്പോൾ മറിയ വന്ന് കർത്താവിനോട് പറയുകയാണ്, മകനെ, ഇവിടെ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. അപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ സമയം ഇനിയും വന്നിട്ടില്ല എന്ന്. അപ്പോൾ മറിയ കോപത്തോടെ, എന്താ നിന്റെ സമയം ആയില്ലേ എന്ന് ചോദിച്ചോ? ഇല്ല. ശിഷ്യന്മാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുവീൻ എന്ന്. എന്റെ അടുക്കൽ പലപ്പോഴും പല ദൈവദാസന്മാരും അതുപോലെ സഹോദരങ്ങളും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവദാസ, എനിക്ക് വീട് വാങ്ങാൻ ആഗ്രഹമുണ്ട്, ഇപ്പോൾ വാങ്ങണമോ, അത് ചെയ്യണമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും ഒരു കാര്യം മാത്രം പറയും, ദൈവം പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഞാൻ പറയുന്നത് പോലെയല്ല ചെയ്യേണ്ടത്, ദൈവം പറയുന്നത് പോലെ.
നിങ്ങൾ ദൈവം പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യം ഇല്ല, നിങ്ങൾക്ക് നഷ്ടമുണ്ടാകില്ല. അവന്റെ ഹിതമാണ് ഏറ്റവും ശ്രേഷ്ഠം. അങ്ങനെ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, വെള്ളം കൊണ്ടുവന്നിട്ട് ഈ 7 കൽഭരണികളിൽ നിറയ്ക്കുക എന്ന്. അപ്പോൾ അതെന്താണ്? ഈ വെള്ളം കൊണ്ടുവന്നിട്ട് കാൽ കഴുകാൻ ഉപയോഗിക്കുന്നതായ കൽഭരണികളിൽ നിറയ്ക്കുക എന്നോ? അങ്ങനെ അവർ ചോദ്യം ചെയ്തോ? ഇല്ല, കർത്താവ് പറഞ്ഞതുപോലെ അവർ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇനിയും വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുക. അവരാണ് വെള്ളം ഒഴിച്ചത്, എന്നാൽ അത് കോരിയെടുത്തപ്പോൾ എന്തായിട്ട് മാറി? വീഞ്ഞായിട്ട് മാറാനിടയായി. നല്ല ശ്രേഷ്ഠമായ വീഞ്ഞായിട്ട് മാറി. അങ്ങനെയാണ് കർത്താവ് ചെയ്യുന്നതായ അത്ഭുതങ്ങൾ. അവൻ പറയുന്നതനുസരിച്ച് നാം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണുവാനായിട്ട് കഴിയും. ആ സഹോദരി ദേവദാസൻ പറഞ്ഞതുപോലെ തന്നെ അയൽ ഭവനങ്ങളിൽ ചെന്ന് കാലിപ്പാത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. 2 ആൺമക്കളെയും കൂടെ കൂട്ടി. ഒരാൾ കാലിപ്പാത്രം വെച്ചു കൊടുക്കുന്നു, മറ്റൊരാൾ നിറഞ്ഞ പാത്രങ്ങൾ മാറ്റിവെക്കുന്നു. അങ്ങനെ അവർ ആ നാട്ടിൽ നിന്ന് വാങ്ങിച്ച എല്ലാ പാത്രങ്ങളും നിറയുന്നത് വരെയും വീട് നിറച്ചു വെച്ചിരുന്ന പാത്രങ്ങൾ നിറയുവാൻ ഇടയായി. ഒരത്ഭുതം ആ കുടുംബത്തിൽ നടന്നു. അവർ വാതിലടച്ച് 2 മക്കളെയും കൂട്ടിക്കൊണ്ട് ദൈവം പറഞ്ഞത് എന്താണോ അതുപോലെ തന്നെ ചെയ്തു. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വാക്കനുസരിക്കാറുണ്ടോ? നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കാറുണ്ടോ? എത്രയോ ആളുകൾ എൻ്റെ അടുക്കല് കുഞ്ഞുങ്ങളെയും കൊണ്ട് പറഞ്ഞാൽ കേൾക്കുന്നില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വരാറുണ്ട്. കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളല്ല, സ്കൂളിൽ പഠിക്കുന്നവർ, UKG പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞു വരാറുണ്ട്. അനുസരണക്കേട് കാട്ടുന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്. ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു. നാം മക്കളെ ദൈവത്തിന്റെ ഭക്തിയിലാണ് അതുകൊണ്ട് വളർത്തിക്കൊണ്ട് വരേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് നാം ബാലശിക്ഷ കൊടുക്കേണ്ടത് ആവശ്യമാകുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറി പോവുകയില്ല എന്ന് വചനം പറയുന്നു. നിങ്ങളുടെ കുട്ടികളെ സൺഡേ സ്കൂളിൽ വിടുന്നുണ്ടോ? നിങ്ങളുടെ ചർച്ചിൽ സൺഡേ സ്കൂൾ നടക്കുന്നുണ്ടോ? സൺഡേ സ്കൂളിലേക്ക് കുട്ടികളെ വിടേണ്ടതാണ്. വീട്ടിലിരുത്തി കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കളോട് ചേർന്ന് പണി ചെയ്യാൻ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ആ മാതാവ് മക്കളെ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുവന്നത് കൊണ്ടാണ് മാതാവ് പറഞ്ഞത് പൂർണ്ണമായിട്ട് മനസ്സിലായില്ലെങ്കിലും അത് ചെയ്തപ്പോൾ അവർക്ക് അനുഗ്രഹം കാണാനിടയായത്. എന്നിട്ട് ആ സഹോദരി അതുകൊണ്ട് വിറ്റോ? ഇല്ല. എന്താണ്? നേരെ ദൈവദാസന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഞാൻ ചെയ്തു എന്ന്. ഇനി എന്തു ചെയ്യണം എന്ന്. അപ്പോൾ ദൈവദാസൻ പറഞ്ഞു, ഇത് വിറ്റിട്ട് നിന്റെ ജീവിതകാര്യങ്ങൾ നീ നോക്കിക്കൊള്ളുക എന്ന്. ചില ആളുകളാണെങ്കിൽ കഷ്ടതയുണ്ടാകുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ഓടി വരുന്നത് കാണാം. കഷ്ടത മാറിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിലേക്ക് നോക്കില്ല. ദൈവം പറയുന്നു, കഷ്ടകാലത്ത് നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദൈവം ചെയ്യുന്ന നന്മകൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ദൈവം എനിക്ക് നന്മ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നവർ മാത്രം കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? എന്തിനാണ് ഹല്ലേലൂയ പറയുന്നത്? എന്ത് നന്മയാണ് ചെയ്തത്? പറയൂ. നീ ആയുസ്സോടെ ഇരിക്കുന്നുവെങ്കിൽ, ഇന്ന് ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ നന്മയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകരുത്, ഒന്നിനെയും മറന്നു പോകരുത് എന്നാണ്. നാം ഇന്നലെ ചെയ്ത ഉപകാരങ്ങൾ മാത്രമേ ഓർക്കുകയുള്ളൂ. 1 വർഷമാകുമ്പോൾ അവൻ ചെയ്ത ഉപകാരങ്ങൾ നോക്കുമ്പോൾ എത്രയോ എണ്ണമായിരിക്കും, എത്രയോ അധികമായിരിക്കും. നാം അവയെ മറക്കുവാനായിട്ട് പാടില്ല. ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയുവാൻ കഴിയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ വായ് തുറന്ന് നിങ്ങൾക്കുള്ളതായ ഭാരങ്ങൾ, വ്യസനങ്ങൾ, നിങ്ങളുടെ കടഭാരങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ച് ഒക്കെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രാർത്ഥിച്ചു എന്ന് പറയുന്നവർ ഹല്ലേലൂയ പറയാമോ? ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയാമോ? ദൈവം ഞങ്ങൾ ചോദിച്ചത് നൽകിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനോട് ഇപ്പോൾ ഹല്ലേലൂയ പറയാമോ? മതി. നിങ്ങൾ ഭവനത്തിൽ ചെല്ലുമ്പോഴേക്കും പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. കമ്മത്ത് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ചിലർ വന്ന് പറയുവാനിടയായി, ഇതുപോലെ ഞങ്ങൾക്ക് ഉദരഫലമില്ലാത്ത വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചു, ഇതാ ഞങ്ങൾക്ക് ദൈവം കുഞ്ഞുങ്ങളെ നൽകിയിരിക്കുന്നു എന്ന് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറയുന്നത്. എന്താണ്? ദൈവം ചെയ്തതായ നന്മകൾ അത് 2 വർഷം കഴിഞ്ഞാണെങ്കിൽ പോലും മറന്നു പോകാതെ അവർ സാക്ഷ്യം പറയുകയാണ്. 12 വർഷമായിട്ട് ഉദരഫലമില്ല എന്ന് പറയുവാനിടയായി ഒരാൾ. ദൈവത്തിന്റെ പ്രേരണയാൽ അന്ന്
മധ്യാഹ്ന സമയത്ത് ദൈവത്തോട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുവാനിടയായി. അതിനുശേഷം 1 വർഷം കഴിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ദൈവം കുഞ്ഞുങ്ങളെ കൊടുക്കുകയും അവർ സാക്ഷ്യം പറയുകയും ചെയ്തു. ഒരുപാട് ആളുകൾ തൈറോയിഡിനാൽ ഭാരപ്പെടുന്നവരുണ്ട്. അനേകം ആളുകൾക്ക് ഷുഗറും ബിപിയും ഒക്കെ ഇപ്പോൾ സാധാരണമായിരിക്കുന്നു. എന്താണ്? അനേകം ആളുകൾ ഈ രോഗങ്ങളാൽ ഇന്ന് ഭാരപ്പെടുന്നവരുണ്ട്. അതുപോലെ പനിയാൽ ഭാരപ്പെടുന്നതായ അനേകം ആളുകൾ നമ്മുടെ പ്രദേശങ്ങളിലുണ്ട്. നിങ്ങൾ ഏത് ഭാരത്തോടു കൂടിയാണ് കടന്നു വന്നത്? ഏതാവശ്യമാണ് നിങ്ങൾക്കുള്ളത്? എന്താണ് നിങ്ങൾ ദൈവത്തോട് ആവശ്യപ്പെട്ടത്? ദൈവം നിങ്ങളോട് കൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയാണെങ്കിൽ, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന ദൈവമാണ്. കഷ്ടതയുണ്ടാകുമ്പോൾ കണ്ണുനീരോടെ ഇരിക്കുവാൻ പാടില്ല. നിന്ദകൾ ഉണ്ടാകുന്ന സമയത്ത് നിരാശപ്പെട്ടു പോകുവാൻ പാടില്ല. പ്രതികൂലങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യുവാൻ മുതിരരുത്. നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന കർത്താവുണ്ട് എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ ദൈവദാസന്മാർ ഉണ്ട് എന്നും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളും അവരോടൊപ്പം പ്രാർത്ഥിക്കുക. നിങ്ങളും പ്രാർത്ഥിക്കുന്നതായ സമയത്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത കാര്യങ്ങൾ ചെയ്യും. ഞാൻ ടിവിയിൽ അതാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ ഞങ്ങളും പ്രാർത്ഥിക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 2-3 പേർ ചേർന്ന് ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. ഭൂമിയിൽ ബന്ധിക്കുന്നതൊക്കെയും സ്വർഗത്തിലും ബന്ധിക്കപ്പെട്ടിരിക്കുമെന്നാണ് പറയുന്നത്. ആ വാഗ്ദത്തം നൽകിയതായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാനിടയാകും. ഈ സമയത്ത് നിന്റെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നമാകട്ടെ, നിന്റെ ജീവിതത്തിലുള്ളതായ സാമ്പത്തികമായ പ്രതിസന്ധിയാകട്ടെ, മാനസാന്തരപ്പെടാത്തതായ ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, അല്ലെങ്കിൽ മക്കളാകട്ടെ, എന്താണ് നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ആ കഷ്ടത, ആ വിഷയങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സ് തുറന്ന് ദൈവത്തോട് പറയുവാൻ ശ്രമിക്കുക. മനുഷ്യരോട് പറയുന്നതല്ല, നിങ്ങളുടെ ദൈവത്തോട് തന്നെ നിങ്ങൾ പറയുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ ദൈവദാസന്മാരോട് പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് വഹിക്കുവാൻ കഴിയാത്തതായ, നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയാത്തതായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങളുടെ സഭയിൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ നിങ്ങൾ പങ്കെടുക്കുക. കർത്താവിന്റെ ആലയത്തിൽ പോയിരുന്ന് മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യുവാനിടയാകും. ദൈവം ഒരിക്കലും ഒരു വ്യക്തിക്കും ദോഷം ചെയ്യുന്നതായ, തിന്മ ചെയ്യുന്നതായ വ്യക്തി അല്ല. നീ കരയുകയാണെങ്കിൽ കർത്താവ് സങ്കടപ്പെടും. കഴിഞ്ഞ ദിവസം എൻ്റെ കൊച്ചുമകൾ താഴെ വീണിട്ട് കാൽ മുറിഞ്ഞ് രക്തമൊഴുകുന്നതായ സമയത്ത് അവളുടെ അമ്മ കരയുകയാണ്. അത് കണ്ടതായ കുഞ്ഞ് ചോദിക്കുകയാണ്, മമ്മി, ഞാനല്ലേ വീണത്, ഞാനല്ലേ കരയേണ്ടത്, മമ്മി എന്തിനാണ് കരയുന്നതെന്ന്. എന്തിനാണ് കരയുന്നത്? അവളുടെ അമ്മയ്ക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. കുഞ്ഞു കരയുകയാണെങ്കിൽ അമ്മയ്ക്കും എന്തുണ്ടാകും? എന്തുകൊണ്ടാണ് നാട്ടുകാരൊന്നും എന്നാ കരയാത്തത്? പണ്ടൊക്കെ റോഡിലൊരു നായ വണ്ടിയിടിച്ച് കിടക്കുകയാണെങ്കിൽ അത് കണ്ടിട്ട് അയ്യോ പാവമെന്ന് പറഞ്ഞ് ആളുകൾ കടന്നു പോകുമായിരുന്നു. എന്നാൽ ഇപ്പം രക്തത്തിൽ കുളിച്ച് ഒരു വ്യക്തി അവിടെ കിടക്കുകയാണെങ്കിൽ അയ്യോ പാവം, അല്ലെങ്കിൽ ഒരു ആംബുലൻസ് വിളിക്കാൻ വേണ്ടി ശ്രമിക്കുകയില്ല, പെട്ടെന്ന് ഫോൺ എടുത്ത് സെൽഫി എടുക്കാനാണ് നോക്കുന്നത്. എങ്ങനെ മരിക്കുമെന്ന് കാണുന്നതിന് വേണ്ടി. ഈ ലോകത്തിന്റെ അവസ്ഥ എവിടേക്കാണ് പോകുന്നത്? എന്നാൽ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ്? നാം കരയുമ്പോൾ അവനും കരയും. അമ്മയുടെ സ്നേഹം. അമ്മ നമ്മളെ 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മയാണ്. അതുകൊണ്ട് തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ദുഃഖം വന്നാൽ അമ്മ കരയുവാനിടയാകും. നമുക്ക് വേദന ഉണ്ടായാൽ ആരെയാണ് വിളിക്കുന്നത്? എൻ്റെ കഴുത്തിന് ഒരു ഓപ്പറേഷൻ ഉണ്ടാകാനിടയായി. അങ്ങനെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത്, ആ വേദന എടുക്കുന്ന സമയത്ത് ഞാൻ അമ്മ, അയ്യോ അമ്മേ, ഇത്ര വലിയ ദൈവാസനാണല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് അമ്മയെന്ന് വിളിക്കുന്നത്? യേശുവിനെ വിളിച്ചുകൂടെ? അപ്പോൾ യേശുവേ, അമ്മേ, യേശുവേ, അറിയാതെ വീണ്ടും എന്താണ് വിളിക്കുന്നത്? അമ്മയെന്ന്. ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ശരീരം എനിക്ക് ആരാണ് നൽകിയിരിക്കുന്നത്? അമ്മയാണ്. അതുകൊണ്ട് വേദനിക്കുമ്പോൾ ആരെയാണ് വിളിക്കുന്നത്? ആദ്യം അമ്മേ എന്ന് വിളിക്കും. ശൗലിനെ ദൈവം ദർശിക്കാനിടയായി. കുതിരപ്പുറത്ത് പോകുമ്പോൾ ദൈവം ദർശിച്ചതായ സമയത്ത് പെട്ടെന്ന് താഴെ വീഴുവാനിടയായി. അപ്പോൾ അമ്മയെന്ന് നിലവിളിച്ചോ? എന്താണ് വിളിച്ചത്? കർത്താവേ എന്ന് വിളിച്ചു. എന്തുകൊണ്ടെന്നാൽ അവന്റെ ശരീരത്തിനല്ലായിരുന്നു മുറിവ് പറ്റിയത്, അവന്റെ ഹൃദയത്തിനായിരുന്നു. ഹൃദയത്തിന് വേദനയുണ്ടാകുമ്പോൾ കർത്താവേ എന്ന് വിളിക്കുവാനിടയാകും. നമ്മുടെ യേശുക്രിസ്തു ആ ക്രൂശിൽ ഹൃദയത്തെ തകർത്തുകൊണ്ടാണ് നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയത്. ക്രൂശിൽ അവന്റെ ഹൃദയം തകരുവാനിടയായി. അവനെ കുത്തിയ സമയത്ത് രക്തവും വെള്ളവും ഒഴുകുവാനുള്ള കാരണം അവന്റെ ഹൃദയം തകർന്നിരുന്നത് കൊണ്ടാണ്. അത്രത്തോളം നമുക്ക് വേണ്ടി വേദന സഹിച്ചു നമ്മുടെ പാപങ്ങളെ വഹിക്കുവാനിടയായി.
അവന്റെ മുൻപിൽ നീ കരഞ്ഞാൽ അവനും കരയും, നീ സന്തോഷിച്ചാൽ അവനും സന്തോഷിക്കും. നീ കഷ്ടതയിലായിരിക്കുന്നത് അവന് ഇഷ്ടമുള്ളതല്ല. നീ പാപത്തിലിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിന്റെ പാപത്തിനു വേണ്ടി അവൻ പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു. നിന്റെ പാപത്തിനു വേണ്ടി അവൻ പരിഹാരം ചെയ്തിരിക്കുകയാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പാപമുണ്ട് എങ്കിലും, നീ എത്ര വലിയ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവനാണെങ്കിലും, നിന്റെ ജീവിതത്തിലുള്ളതായ സകല പാപത്തെയും ക്ഷമിച്ചുകൊണ്ട് നിന്നെ തന്റെ പൈതലാക്കി മാറ്റുവാനായി കർത്താവ് ഒരുക്കമുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാ വ്യക്തികളും നിങ്ങളുടെ മനസ്സാക്ഷിയെ സൂക്ഷിക്കേണ്ടതാണ്. കഷ്ടതയുണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ, ദുഃഖമുണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ശീലിക്കേണ്ടതാണ്. എന്നെ വിളിച്ചപേക്ഷിക്കൂ, ഞാൻ നിനക്ക് ഉത്തരമരളാമെന്ന് അവൻ പറഞ്ഞു. അവന്റെ സന്നിധിയിൽ ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാലും ശരി, അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ലഭിക്കുമെന്ന് പറഞ്ഞതായ കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമാണെങ്കിലും അവൻ നിങ്ങളോടൊപ്പം കൊണ്ടുപോകേണ്ട കാര്യമില്ല. കർത്താവ് എന്താണ് പറഞ്ഞത്? എന്താണ്? അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും ആ കർത്താവിന്റെ മേൽ നിങ്ങൾ വയ്ക്കുക. ആ കർത്താവിലേക്ക് നിങ്ങളുടെ സകല പ്രശ്നങ്ങളെയും ഇറക്കി വയ്ക്കുക. കർത്താവിനോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ പോവുക. കർത്താവ് അത്ഭുതകരമായ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാനിടയാകും. ഇപ്പോൾ നാം എല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ പോവുകയാണ്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമാണോ ഉള്ളത് അത് നിങ്ങൾ അതുപോലെ കർത്താവിനോട് പറയണം. കർത്താവ് സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കുകയാണ്. നിന്നെ വിടുവിക്കുവാൻ, നിന്റെ കടഭാരത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാനായി, നിന്റെ മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കുവാൻ, നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും തിരികെ നൽകുന്നതിന് വേണ്ടി കർത്താവ് ആത്മരൂപിയായിട്ട് നമ്മുടെ നടുവിൽ നിവസിക്കുന്നു. നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, വായ് തുറന്ന് പ്രാർത്ഥിക്കുക. ഇതാകുന്നു എൻ്റെ പ്രശ്നം, ഇതാകുന്നു എൻ്റെ ദുഃഖം. എൻ്റെ ഭർത്താവ് വലിയ മദ്യപാനിയാണ്, എൻ്റെ മക്കൾ അനുസരണക്കേട് കാണിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് പഠിക്കുവാനായിട്ട് കഴിയുന്നില്ല, ഞാൻ കടഭാരത്തിലായിരിക്കുന്നു, ജീവിതത്തിൽ സമാധാനമില്ല, എൻ്റെ ഞെരുക്കത്തിൽ നിന്ന് എന്നെ വിടുവിക്കുമാറാകണമേ, എനിക്ക് നല്ലൊരു ജോലിയില്ല, ഒരു ജോലി നൽകണമേ, എനിക്ക് ഉദരഫലമില്ല, നല്ലൊരു ഉദരഫലത്തെ നൽകണമേ. ചോദിക്കുക, ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുപിൻ നിങ്ങൾക്ക് തോർക്കപ്പെടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തുമെന്ന് പറഞ്ഞതായ കർത്താവ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തപേക്ഷിച്ചാലും നിങ്ങൾക്കത് ലഭിക്കും എന്ന് പറഞ്ഞതായ ദൈവം, ആ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവനോട് ചോദിക്കുക, നിങ്ങൾ വായ് തുറന്ന് അവനോട് പറയുക, ഇതാണ് എൻ്റെ ദുഃഖം, ഇതാണ് എൻ്റെ പ്രതിസന്ധി, ഈ ആവശ്യങ്ങൾ എനിക്ക് നടത്തി തരണമേ. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി കർത്താവേ, നിന്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുന്നതായ നിന്റെ മക്കളെ നീ ദർശിക്കണമേ. ഏതു കുടുംബത്തിലാണോ കടഭാരങ്ങളുള്ളത്, പ്രതികൂലങ്ങളുള്ളത്, അവരുടെ കുടുംബത്തിൽ വലിയ വിടുതൽ നീ കൊടുക്കണമേ. അവരുടെ അധ്വാന ഫലത്തെ അനുഗ്രഹിക്കണമേ. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായിരിക്കുന്നു, 2 വർഷമായി കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല, നിന്നയും അപമാനവും ഉണ്ടാകുന്നു എന്ന് ഏത് ഭാര്യ ഭർത്താക്കന്മാരാണ് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? അവരുടെ പ്രാർത്ഥന കേട്ട് നീ ഉത്തരം അരുളുമാറാകണമേ. അടുത്ത വർഷം വരുമ്പോൾ ഒരു പൈതലുമായിട്ട് വന്ന് നിന്റെ സന്നിധിയിൽ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം അത്ഭുതം ചെയ്യണമേ. സകലവിധ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും വിടുതൽ നൽകുമാറാകണമേ. സകലവിധമായ കുടുംബ പ്രശ്നങ്ങളിൽ നിന്നും വിടുവിക്കുമാറാകണമേ കർത്താവേ. യൗവനക്കാർ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോകാതെ ലക്ഷ്യമുള്ളവരായിട്ട് തങ്ങളുടെ ശരീരത്തെ ദൈവത്തിന്റെ ആലയമായിട്ട് കാക്കുവാൻ തക്കവണ്ണമുള്ളതായ കൃപ എല്ലാ യൗവനക്കാർക്കും നീ കൊടുക്കുമാറാകണമേ. ഈ ചുറ്റുപാടുകളിൽ നിന്ന് അനേകം ആളുകൾ രക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി, അതിനുവേണ്ടി നിൽക്കുവാൻ പ്രയാസപ്പെടുവാൻ അനേകരെ ഉപയോഗിക്കണമേ. അവരെല്ലാം സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ,
യേശുവേ